السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 125. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള അതിശ്രേഷ്ഠമായ ജലം ഏതാണ്? മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതേക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഫത്ഹുൽ മുഈനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തിൽ വൽഹാസിൽ അഫ്ളലുൽ മിയാഹി അലൽ ഇത്ലാഖ്, വെള്ളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിരുപാധികം പറയുകയാണെങ്കിൽ മാ നബഅ മിൻ ബൈനി അസ്വാബിഇഹി ശരീഫ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിലൂടെ നിർക്കടിച്ച വെള്ളമാണ്. അതിനോളം ശ്രേഷ്ഠതയുള്ള വേറെ വെള്ളമില്ല. എന്നാൽ അതിന് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്തുള്ള വെള്ളം മാഉ സംസമാണ്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസറു. മൂന്നാം സ്ഥാനത്താണ് കൗസർ വെള്ളം, ഹൗദുൽ കൗസർ. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച മുഅ്ജിസത്തിൻ്റെ വെള്ളം. രണ്ടാം സ്ഥാനത്ത് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇർഹാസ്വാത്തിൽ പെട്ടതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സംവിധാനിച്ച അത്ഭുത ജലം. അപ്പോൾ ഇന്ന് ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് മാഉ സംസമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഒഴുകിയൊലിച്ച വെള്ളം ഇന്ന് നമുക്ക് ലഭിക്കാനില്ല. അപ്പോൾ ഇന്ന് ലോകത്ത് നമുക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മാഉ സംസമാണ്. മാഉ സംസമിന് ഹൗദുൽ കൗസറിൻ്റെ ഹൗദുൽ കൗസറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാഉ സംസം എന്ന് പറയുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ കഅബയുടെ 38 മുഴം അകലെയായി സ്ഥിതി ചെയ്യുന്ന ബിഇറു സംസം, സംസം കിണർ. സംസം കിണറിനെ കുറിച്ച് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഖൈറു ബിഇരിൻ ഫിൽ അർദ്, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കിണർ, ഏറ്റവും ഖൈറായ ഉത്തമമായ കിണർ എന്നാണ്. സംസം എന്ന പേര് ആ കിണറിന് ലഭിക്കാൻ പല ന്യായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ്. ലികസ്റത്തി മാഇഹ, ശർഹ് മുസ്ലിമിലും ഫത്ഹുൽ ബാരിയിലും ഒക്കെ കാണും. വളരെ കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് സംസം കിണറിന് സംസം എന്ന പേര് കിട്ടിയത് എന്നാണ്. ഏതായാലും സംസം വെള്ളത്തിനോളം ക്ലാരിറ്റിയുള്ള, പ്യൂരിറ്റിയുള്ള, ഗുണങ്ങളുള്ള, വൈറ്റമിൻസ് ഉള്ള ഒരു വെള്ളം ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇന്ന് വേറെ ലഭിക്കാനില്ല. സംസം എന്ന പേരിന് പുറമെ പല പേരുകളിലും ആ വെള്ളം അറിയപ്പെടുന്നുണ്ട്.
മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, സംസം വെള്ളം കേവലം ഒരു വെള്ളമല്ല, ദാഹമകറ്റാനുള്ള ഒരു വെള്ളം മാത്രമല്ല, അത് വിഷപ്പകറ്റാനുള്ള ഭക്ഷണമാണ്, രോഗശമനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഔഷധമാണ്. മാത്രവുമല്ല, വശറാബുൽ അബ്റാർ, അത് സജ്ജനങ്ങളുടെ പാനീയവുമാണ് എന്നൊക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാൻ കഴിയും. ഇത്രയേറെ മഹത്വമുള്ള ഒരു വെള്ളമാണ് മാഉ സംസം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാഉ സംസമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളെയൊക്കെ ശിഫയാക്കി തരട്ടെ. നാഫിആയ ഇൽമ് നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. ആമീൻ.